കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ ചില ചോദ്യങ്ങൾ അണിനിരക്കുന്ന അഭിമുഖം പുറത്തു വന്നിരുന്നു. അതിനെ ചുറ്റിപ്പറ്റി പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ പ്രേക്ഷകരെല്ലാവരും ചിന്തിക്കുന്ന രീതിയിലേക്കും പ്രേക്ഷകരോടെല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമായി രേണു ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കിച്ചുവിനെ വളരെ ചെറുതിലേ മുതൽ ഇതുവരെ വളർത്തിയത് സുധിച്ചേട്ടൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. 11 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അവൻ എൻ്റെ കൂടെയാണ് നിന്നത്. അവൻ കൊല്ലത്തേക്ക് പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവനെ വളർത്തുന്നത്? ശരി, കിച്ചുവിന് ആകെ തന്നെ മോശപ്പെട്ട അവസ്ഥയിൽ പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വളർത്തിയത് കൊണ്ടാണോ? അല്ലെങ്കിൽ അവൻ മോശമായി പോയതും അതും നിങ്ങളുടെ വളർത്തുദോഷം കൊണ്ടാണോ? അവൻ പലപ്പോഴും അവരുടെ വീഡിയോയിലൂടെ പറയാൻ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുന്നില്ലേ? എന്നിട്ടും എങ്ങനെയാണിത് പറയാൻ തോന്നുന്നതെന്ന് രേണുസുതി ചോദിക്കുന്നു. കിച്ചു വഴിതെറ്റിപ്പോയി എന്ന് പറയുന്നുണ്ട്. അവൻ്റെ അമ്മയുടെ കൂടെ നിന്നാണ് വഴിതെറ്റിയതെന്നും പറയുന്നുണ്ട്. എന്നാൽ അമ്മയുടെ കൂടെ അല്ല എന്നാണ് നിങ്ങളിപ്പോൾ പറയുന്നത്. അതെങ്ങനെ സംഭവിക്കും എന്നാണ് രേണു ചോദിക്കുന്നത്. സുധിച്ചേട്ടൻ അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതെല്ലാം. സുധി മരിച്ചതിന് ശേഷം തന്നെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകൾക്ക് ആദ്യം കിച്ചു ആയിരുന്നു മറുപടി നൽകിക്കൊണ്ടിരുന്നത്. അത്രത്തോളം അവനും ഞാനും തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിനുള്ള കമൻറ്റുകളെല്ലാം ഞങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ബിക്കിനി ഇട്ടൊന്ന് വീഡിയോ എടുത്തിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ വഴി പണം കിട്ടിയത് കൊണ്ട് എനിക്ക് അസുഖം വന്ന ശേഷം ഇഞ്ചക്ഷൻ എടുക്കാൻ ഉപകാരപ്പെട്ടു എന്ന് രേണു പറയുന്നു. സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കൊണ്ട് മാത്രമാണ് അവൻ എന്നിൽ നിന്നും ഗ്യാപ്പ് ഇട്ടതെന്നും പറയല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിലിരുന്ന് സുധിച്ചേട്ടൻ്റെ അമ്മ പറയുന്നതാണ് ഞാൻ ശരിക്കും കേട്ടത്. അങ്ങനെ അവർ നോക്കിയ കുട്ടിയാണ് കിച്ചു എന്നാണ് അവർ പറഞ്ഞത്. 11 വയസ്സിലാണ് എനിക്ക് അവനെ കിട്ടിയത്. അവനെ ഞാൻ അമ്മ എന്നാണ് വിളിപ്പിക്കുന്നത് തന്നെ. സുധിയുടെ രണ്ടാം ഭാര്യയാണെന്ന് പറയുന്നതിലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ കിച്ചുവിൻ്റെ രണ്ടാം അമ്മയാണെന്ന് പറയുന്നത് എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ല. 18 വയസ്സ് വരെ ഞാൻ അവനെ അങ്ങനെയാണ് നോക്കിയത്. എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ ഋതപ്പന് കൊടുക്കുന്നതിന് മുൻപേ തന്നെ എൻ്റെ വീട്ടുകാരും ഞാനും അവന് കൊടുക്കും. അവനൊരിക്കലും തോന്നരുതല്ലോ എന്നത്, അവൻ്റെ മനസ്സിൽ ഒരിക്കലും അങ്ങനെ തോന്നരുതല്ലോ എന്നത് ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എപ്പോഴും ആ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ ഒരു വാർത്ത സമ്മതിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ആ വാർത്തയെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുന്നതെന്ന് കൂടി പറയണം. പ്രേക്ഷകർക്ക് അത് നന്നായി മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ വളരെ കൃത്യമായി ഈ ഒരു വാർത്തയെപ്പറ്റി ചോദിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് സുധിയോടൊപ്പം നിൽക്കുന്നതും അതുപോലെ രേണു സുധിയോട് കാര്യങ്ങൾ ചോദിക്കുന്നതും. അതിനിടയിലാണ് കിച്ചുവിൻ്റെ ഇത്തരം വീഡിയോകളെല്ലാം പുറത്തു വരുന്നത്. പ്രേക്ഷകർ അത്തരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം ഒരു വലിയ ചോദ്യമായി തന്നെ മാറുന്നു എന്നതാണ് സത്യം. ഇക്കൂട്ടത്തിൽ സുധിയുടെ അമ്മ കൂടെ ചില കാര്യങ്ങൾ പറയുന്നതിന് പിന്നാലെ പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാവരും സുധിയുടെ അമ്മയ്ക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ചോദിക്കുന്നത്. ഇത്രയും നാളും ഇങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത്, ആരോ മാറ്റി പറയിപ്പിക്കുന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്നാണ് പലരും മറുപടിയായി കൊടുക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.